ലോകകപ്പ് ഫൈനൽ ആവേശമാക്കി പ്രവാസികളും ബിഗ് സ്ക്രീനിൽ കളി കാണുന്നതിനായി നിരവധി കേന്ദ്രങ്ങളാണ് ദുബായിൽ ഒരുക്കിയിരുന്നത്. കനത്ത ചൂടിനെ അവഗണിച്ചും നൂറുകണക്കിന് ആരാധകരാണ് ഓരോ ഇടങ്ങളിലും ഒത്തുകൂടിയത്. ദുബായിലെ അൽ തവാറിൽ നിന്ന് ഷിൻ സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കനത്ത ചൂടിലും വളരെ ആവേശത്തോടെയാണ് സ്പെയിന്റെയും അർജന്റീനയുടെയും ആരാധകർ കളി കാണാനായി അൽത്തവാറിലേക്ക് ഒഴുകിയെത്തിയത്. തങ്ങളുടെ ടീമുകൾ വിജയിക്കുമെന്ന് ഉറച്ച വിശ്വാസത്തിലായിരുന്നു രണ്ട് ടീമുകളുടെയും ആരാധകർ. സത്യം പറയല്ല, നല്ല ടെൻഷൻ ഉണ്ട്. ജയിക്കുകയാണെങ്കിൽ എന്തായാലും നമ്മളെ ടീം ജയിക്കുകയുള്ളൂ, അത് ഉറപ്പാണ്. 100% തൂക്കുകയാണെങ്കിൽ നമ്മളെ അർജന്റീന തൂക്കുള്ളൂ. മെസ്സി കട്ട ഫാനാണ് ഞാൻ. കളിയുടെ ഓരോ നിമിഷവും ആവേശത്തോടെയാണ് കാണികൾ വീക്ഷിച്ചത്. ഫൈനലിലെ തോൽവിക്ക് കണ്ണീരോടെയായിരുന്നു അർജന്റീന ആരാധകരുടെ മടക്കം. സ്പെയിൻ ആരാധകർക്ക് ഇത് ആഘോഷരാവ്. വിചാരിച്ചതിനെക്കാട്ടും നല്ല രീതിയിൽ കളിച്ച് അർജന്റീനയ്ക്ക് ഒന്നാമത് ബോൾ കിട്ടിയിട്ടേ ഇല്ല. ബോൾ പൊസിഷൻ ഏറ്റവും കൂടുതലുണ്ടായത് സ്പെയിനാണ്. സോ നൈസ് കളി. കളി കഴിഞ്ഞിട്ട് തോൽവി അംഗീകരിക്കാൻ ചില അർജന്റീന ആരാധകർ ഇനിയും തയ്യാറായിട്ടില്ല. ഇതെല്ലാം പോർച്ചുഗലിന്റെയും ബ്രസീലിന്റെയും ഫ്രാൻസിന്റെയും ഫാനാണ് ഈ കിടന്ന് കുത്തിമറിക്കുന്ന മൊത്തം. പക്ഷേ ഒടുവിൽ ജയിച്ചത് അർജന്റീന തന്നെയാണ്. മെസ്സിന്റെ അവസാനത്തെ കളിയാണെങ്കിലും മെസ്സിന്റെ ഇത്തവണത്തെ പെർഫോമൻസ് ഇത്രയും കാലഘട്ടത്തിനിടയിലുള്ള ഏറ്റവും നല്ല പെർഫോമൻസ് ആണ് മെസ്സി കാഴ്ചവെച്ചത്. സ്പെയിനിനെ ആർപ്പ് വിളിക്കാൻ എത്തിയത് സ്പെയിൻ ആരാധകരെക്കാൾ ബ്രസീലിന്റെയും പോർച്ചുഗലിന്റെയും ആരാധകരായിരുന്നു. ഒരു ഗോൾ കിട്ടിയോ അതുമില്ല. ഞാൻ ബ്രസീൽ ഫാനാണ്, ഞാൻ കളി കാണുന്ന ഒരാളാണ്, അല്ലാണ്ട് ഞാൻ അർജന്റീനയോ സ്പെയിനോ അല്ല. പക്ഷെ അർജന്റീന വളരെ മോശമായിരുന്നു. ഒരു ബോൾ ഷോട്ട് ഓൺ ടാർഗറ്റ് ഇല്ല. എന്തിനാ കളിച്ചത്? കാൽപന്തുകളുടെ വിശ്വ പോരാട്ടത്തിന് ഇനി 4 വർഷത്തെ ഇടവേള. ദുബായിൽ നിന്ന് ഷിൻ സെബാസ്റ്റ്യൻ, ജനം.